നമസ്തേ. നമ്മൾ ജീവിതത്തിലെ നിർണായകമായ പല സാഹചര്യങ്ങളിലും പരാജിതരായി മാറാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അറിവില്ലാത്തവനായി, ഏഭ്യനായി, ഒന്നിനും കഴിവില്ലാത്തവനായി മാറാറുണ്ട്. എന്നാൽ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല നമ്മൾ. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് അറിവിൻ്റെ കുറവ് കൊണ്ടല്ല താനും. നമ്മൾ പരാജയപ്പെട്ട ജീവിതത്തിലെ പല സന്ദർഭങ്ങളും എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും, നമ്മൾക്ക് അത് പരിഹരിക്കാനുള്ള ആർജവവും അറിവും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് നമ്മൾക്കത് പ്രയോജനപ്പെട്ടില്ല. കർണൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടില്ലേ? ഗുരുശാപം മൂലം ആവശ്യമുള്ളപ്പോൾ അറിവ് ലഭിക്കാതെ പോകട്ടെ എന്ന്. അപ്പോൾ അറിവുകൾ നമ്മൾക്കുണ്ട്, പക്ഷേ അറിവ് കൃത്യസമയത്ത് നമ്മെ തുണയ്ക്കുന്നില്ല. ഒടുക്കം ഹതഭാഗ്യനായി, നിരാശനായി പിന്നീട് ആലോചിക്കുമ്പോഴാണ് എനിക്കറിയാമായിരുന്നു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു, ഈ പരീക്ഷകളിൽ ഞാൻ എന്തുകൊണ്ട് തോറ്റു, ജീവിത പരീക്ഷണങ്ങളിൽ ഈ തോൽവിയുടെ പടുകുഴിയിലേക്ക് ഞാൻ എങ്ങനെയാണ് വീണത്, എന്നേക്കാൾ കഴിവ് കുറവുള്ളവർ, അറിവ് കുറവുള്ളവർ, അർഹിക്കാത്ത പല ഉന്നതമായ സ്ഥാനങ്ങളിലും എന്നെ കവച്ചു വെച്ച് കടന്നു പോകുമ്പോഴും അറിവും ആർജവും ഉണ്ടായിട്ടും എനിക്കത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മളിൽ പലരിലും ഉണ്ടാകാറുണ്ട്. വിശിഷ്യ പഠിതാക്കളായവർക്ക് ഈ ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. കാരണം സാഹചര്യത്തിനനുസരിച്ച് അറിവ് അവനെ സഹായിക്കണം. നമ്മുടെ ഉള്ളിലെ അറിവ് നമ്മൾക്ക് എപ്പോഴാണോ ആവശ്യമായി വരുന്നത് ആ സമയത്ത് നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ എന്തു പ്രയോജനം? ഉള്ളിലുള്ള ആ അറിവ് കൃത്യസമയത്ത് നമ്മൾക്ക് തുണയായി എത്തുകയും മനസ്സിലേക്കെത്തുന്ന ആ അറിവിനെ പ്രവൃത്തിയിലേക്കോ കർമ്മപദത്തിലേക്കോ നമ്മൾ കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും വിജയം നമ്മൾക്ക് വളരെ വേഗത്തിൽ കരഗതമാകുന്നത്. അതുകൊണ്ട് അറിവ് നമ്മളോടൊപ്പം എത്തിച്ചേരേണ്ട അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ അനിയന്ത്രിതവും അപ്രതീക്ഷിതവുമാകുന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ പകച്ചു പോകുന്നു. ഒരു പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ എന്നാൽ പരിഹാരം കാണാൻ കഴിയുന്നതായിരുന്നു, തീർച്ചയായും എനിക്കിതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമായിരുന്നു, പിന്നെ ഞാൻ എന്തുകൊണ്ട് അവിടേക്ക് എത്തപ്പെട്ടു എന്ന ചിന്ത നിരന്തരം നമ്മെ വേട്ടയാടും. ഇതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇപ്രകാരം സങ്കടപ്പെടേണ്ട ഒരു തലമുണ്ടാകാനേ പാടില്ല. ഉള്ളിലെ അറിവുകൾ കൃത്യസമയത്ത് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പുറത്തേക്കെത്തുകയും അതിലൂടെ വിജയത്തെ നമ്മൾക്ക് കരഗതമാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിനുള്ള പാകപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് വിദ്യാദേവതയുടെ പ്രീതിയെ നേടണം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവന് ജ്ഞാനം കിട്ടും, ജ്ഞാനമുള്ളവൻ വിജയം നേടും എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ് എന്ന് നമ്മുടെ പലരുടെയും ജീവിത അനുഭവത്തിൽ നിന്ന് വെളിവാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉള്ളിലേക്ക് അറിവ് കൃത്യമായി എത്തുകയും എത്തുന്ന അറിവ് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നമ്മെ തുണയ്ക്കുകയും ചെയ്യണം. അതിന് വാഗ്ദേവതയായ, അറിവിൻ്റെ അധിപതിയായ ആ സരസ്വതി ദേവിയുടെ കൃപാകടാക്ഷം നമ്മൾക്ക് ലഭിക്കണം. വിശിഷ്യ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ദൈനംദിന ആചരണത്തിൻ്റെ ഭാഗമായി അഞ്ചാമതായി നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് വിദ്യാദേവതയുടെ പ്രീതി നേടുക എന്നതാണ്. അറിവുകൾ കൃത്യമായി നമ്മിലേക്ക് എത്തുവാനും നദിയിലെ പ്രവാഹം കണക്കെ യാതൊരുവിധ തടസ്സവും കൂടാതെ വിഷമഘട്ടത്തിലും ആപത്ഘട്ടത്തിലും ഉള്ളിലുള്ള അറിവ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഉത്തമമായ തലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ വാഗ്ദേവതയായ ദേവിയുടെ കൃപാകടാക്ഷം അത്യന്താപേക്ഷിതമാണ്. ആ ദേവിയുടെ കൃപാനുഗ്രഹം ഇല്ല എങ്കിൽ, അവിടുത്തെ ദയാവായ്പ നമ്മിലേക്ക് എത്തിയില്ല എങ്കിൽ അർഹതപ്പെട്ടതുപോലും പലപ്പോഴും നമ്മൾക്ക് ലഭിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള സങ്കടങ്ങളെ മറികടക്കുവാൻ കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അവരുടെ ദൈനംദിന ആചരണത്തിൻ്റെ ഭാഗമായി അത് മാറ്റണം എന്ന ചിന്ത നമ്മുടെ ഋഷി പരമ്പരകൾക്കുണ്ടായിരുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവരാൽ നൽകപ്പെട്ട ദിവ്യമായ ഈ സരസ്വതി പ്രീതി മന്ത്രം, വിദ്യാദേവതാ മന്ത്രം. ആ അമ്മയെ ഭക്തിയാദരപൂർവ്വം ഹൃദയത്തിലേക്ക് സ്മരിച്ചുകൊണ്ട് എപ്രകാരം അമ്മയുടെ അനുഗ്രഹം നേടാം എന്നതാണ് നമ്മൾ ഇന്ന് അറിയുവാനായി ശ്രമിക്കുന്നത്. പ്രിയമിത്രങ്ങൾക്ക് അറിവുള്ള മന്ത്രങ്ങളൊക്കെ തന്നെയാണ്. വേദമന്ത്രങ്ങളുണ്ട്, സരസ്വതി സൂക്തം. എന്നാൽ ഇന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് നമ്മൾക്ക് പരിചിതമായതും വളരെയേറെ പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടുള്ളതുമായ ആ മന്ത്രങ്ങളെ ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. പ്രഭാതത്തിൽ ആചരിക്കേണ്ട 10 ആചരണങ്ങളിൽ
4 സൂചിപ്പിക്കുകയുണ്ടായി. 5-ാമതായി ചെയ്യേണ്ട ആചരണമാണ് സരസ്വതി വന്ദനം. അത് പഠിതാക്കൾ പഠനത്തിന് മുമ്പ് നിർബന്ധമായും ജപിക്കണം. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ നാഡീനരമ്പുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ഉള്ളിലെ ആലസ്യവും ഉറക്കച്ചടവും ഉന്മേഷക്കുറവുമെല്ലാം നമ്മെ വിട്ടകരുകയും നാഡീനരമ്പുകളിലൂടെ രക്തം കൃത്യമായി പാസ് ചെയ്യുകയും അത് നമ്മൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയെയും ഉന്മേഷത്തെയും പ്രദാനം ചെയ്യും. ആയതിനാൽ ദൈനംദിന ആചരണങ്ങളുടെ ഭാഗമായി ഇന്ന് 5-ാമതായി അറിയുവാനായി ശ്രമിക്കുന്നത് യാകുന്തെന്തു തുഷാരഹാരതവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർ ദൈവൈ സദാ പൂജിത സാമാംബാദു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹ. ഈ ദിവ്യമായ സരസ്വതി ധ്യാനത്തിന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര ശക്തി വിശേഷണമുള്ള മന്ത്രമാണ്. ഈ മന്ത്രത്തിലൂടെ ഭക്തവത്സലയായ ആ അറിവിൻ്റെ ഉടയോളായ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു മനോഹരമായ ഈശ്വര ചൈതന്യമാണോ തുഷാരഹാര ധവളമായിരിക്കുന്നത്, ഏതൊരു ചൈതന്യ സ്വരൂപിണിയാണോ ശുഭ്രവസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്, അണിഞ്ഞൊരുങ്ങപ്പെട്ടിരിക്കുന്നത്, പിന്നെയോ ഏതൊരു ചൈതന്യ സ്വരൂപിണിയാണോ വീണാപാണിനിയായും വരമുദ്രാദായകിയായും അനുഗ്രഹം പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു ചൈതന്യമാണോ ദിവ്യമായ വെള്ളത്താമരപ്പൂവിൽ ആസനസ്ഥയായിരിക്കുന്നത്, ഏതൊരു ചൈതന്യ സ്വരൂപിണിയാണോ ബ്രഹ്മദേവനും ശങ്കരനും സാക്ഷാൽ നാരായണനും നിരന്തരം പൂജിക്കുന്നത്, ആരാധിക്കുന്നത്, ധ്യാനിക്കുന്നത്, അങ്ങനെയുള്ള അറിവിൻ്റെ ഉടയവളായ ആ ഭക്തവത്സലയായ ഭഗവതി അവിടെ നിന്ന് അടിയന് സർവവിധമായ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണം. അടിയനിലേക്ക് അനവരതം അറിവിനെ അവിടെ നിന്ന് കനിഞ്ഞു നൽകണം. അത്യുത്തമമായ അനുഗ്രഹം അല്ലയോ ഭദ്രേ. ജീവിതത്തിൽ അതിസങ്കീർണമായതും വളരെയേറെ പരീക്ഷണങ്ങൾ നിറഞ്ഞതുമായ പല സാഹചര്യങ്ങളെയും ഈ ഉള്ളവൻ മറികടക്കേണ്ടതായി വരും. അപ്പോഴെല്ലാം ആർജവത്തിൻ്റെയും അറിവിൻ്റെയും ഉത്തമമായ തലത്തിലേക്ക് അവിടുത്തെ കൃപാകടാക്ഷത്താൽ ഈ ഉള്ളവനെ എത്തിക്കണമേ എന്നതാണ് ആ പ്രാർത്ഥന. ഇതോടൊപ്പം തന്നെ സാധാരണയായി നമ്മൾ ജപിക്കുന്നതും അതിശക്തിമത്തായതുമായ മറ്റൊരു സരസ്വതി വന്ദനാ മന്ത്രമാണ് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദ. അല്ലയോ ജ്ഞാനദേവതയായ അറിവിൻ്റെ ഉത്ഭവ കേന്ദ്രമായ ഭഗവതി, അവിടുത്തെ പാദതാരണകളിൽ എന്നെ പരിപൂർണമായി സമർപ്പിക്കുകയാണ്. സർവവിധമായ ആഗ്രഹങ്ങളെയും കാമനകളെയും അഭിലാഷങ്ങളെയും പ്രദാനം ചെയ്യുന്ന സർവ ഐശ്വര്യദായിനിയായ ജ്ഞാനപ്രദായിനിയായ ഭക്തവത്സലേ, സർവവിധമായ ശ്രേയസ്സിനെയും നേടുവാനുള്ള കൃപാകടാക്ഷം അവിടെ നിന്ന് അടിയന് നൽകണമേ എന്ന് ഭക്തിയാദരപൂർവം അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ 2 മന്ത്രങ്ങളും വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. 2 ജപിച്ചാലും തെറ്റൊന്നുമില്ല. എങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും ജപിക്കുവാനുള്ള ശ്രമം നടത്തിയാൽ ഒരു ദോഷവും എത്തില്ല എന്ന് മാത്രമല്ല, എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ മുക്തിയെ നേടുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയുടെ ദിവ്യമായ കൃപാകടാക്ഷത്താൽ ഉത്തമമായ ശ്രദ്ധയെയും ശ്രേയസ്സിനെയും കീർത്തിയെയും നേടുവാനുള്ള അവസരം കൂടിയായിരിക്കും അതിലൂടെ നമ്മൾ കരഗതമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭക്തവത്സലയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കൂ. അമ്മയെ ഒന്ന് സ്മരിക്കുക മാത്രമേ വേണ്ടൂ. പിന്നെ അമ്മ നമ്മൾക്ക് മാർഗം കാട്ടിത്തരും. പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും ആ വാഗ്ദേവതയുടെ കൃപാകടാക്ഷം അനവരതമുണ്ടാകട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈനംദിന ആചരണങ്ങളുടെ ഭാഗമായി 6-ാമതായി ജപിക്കേണ്ട മന്ത്രങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം.